നമ്മൾ ആന പോകുമ്പം ആറാട്ടിന് മുമ്പ് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ നമുക്ക് വാർത്ത കിട്ടും. പട്ടി നമ്മളെ കടിച്ചാൽ, ഇപ്പോൾ പട്ടി കടിക്കുന്ന വാർത്തയാണ്, പക്ഷെ പട്ടിയെ തിരിച്ചു കടിച്ചാൽ വലിയ വാർത്ത കിട്ടും. വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്തൊരു ആളുണ്ടായിരുന്നു. നല്ല 6 അടി പൊക്കവും, 6 അടി അല്ല, കൂടുതൽ പൊക്കവും നല്ല തടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. തെങ്ങിലൊക്കെ കയറുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരു പ്രാവശ്യം അദ്ദേഹം തെങ്ങിൽ കയറിയപ്പോൾ ഒരു മൂർഖൻ പാമ്പ് അദ്ദേഹത്തെ കടിച്ചു. അതേ സ്പിരിറ്റിൽ അദ്ദേഹം ആ മൂർഖൻ പാമ്പിനെ അപ്പോൾ തന്നെ തിരിച്ചു കടിച്ചു. മൂർഖൻ പാമ്പ് ചത്തും പോയി. അദ്ദേഹം മരിച്ചു. പിന്നെയാണ് മരിച്ചത്. അപ്പോൾ മരിച്ചുമില്ല. ആ പാമ്പ് കടിയിലല്ല മരിച്ചത്, അല്ലാതെയാണ് മരിച്ചത് എന്നുള്ളൊരു കഥയുണ്ട്. കഥയല്ല, ഒരു സംഭവമുണ്ട്. പക്ഷെ വലിയ വാർത്തയായി അന്ന്. എന്ന് പറഞ്ഞ പോലെ വലിയ വലിയ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോൾ അതിനെ കല്ലെടുത്തെറിയുകയോ അതിനെ പ്രതിഷേധിക്കുകയോ ചെയ്താൽ വാർത്തയാകും. എന്തായാലും കേരളത്തിൽ ജൂൺ 15 മുതൽ വനിതകൾക്ക് ഓർഡിനറി ബസ്സിൽ ഫ്രീ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അത് ഇന്ദിരാ ഗ്യാരണ്ടി ആയിരുന്നു. കഴിഞ്ഞ UDF സർക്കാർ നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. അതിൽ പ്രിയദർശിനി എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുകയാണ്. VD സതീശൻ മുഖ്യമന്ത്രി, CP ജോൺ ഗതാഗത മന്ത്രി. അങ്ങനെ വരുമ്പോൾ ആ പരിപാടി തടയുമെന്നാണ് മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിപ്പോൾ ഒരു ഗ്രൂപ്പ്, രാഹുൽ ഈശ്വറിൻ്റെ നേതൃത്വത്തിലാണ് ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അവരെ അറിയിച്ചിരിക്കുകയാണ്, ഞങ്ങൾ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയ്ക്കെതിരെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംഘടന രംഗത്ത് സൗജന്യ യാത്ര ആരംഭിക്കുന്ന ജൂൺ 15-ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതിഷേധിക്കുമെന്നും ബസ്സുകൾ തടയുമെന്നാണ് പ്രഖ്യാപനം. അതുകൂടാതെ ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുമെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതുപോലെ തന്നെ പുരുഷനായി ജനിച്ചതുകൊണ്ട് ഒരിടത്തും നീതി കിട്ടുന്നില്ല, പുരുഷന്മാരിലും വോട്ട് ബാങ്കാണ്, റേഷൻ കാർഡ് നോക്കി സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർക്ക് പോലും എന്തിനാണ് സൗജന്യ യാത്രയെന്ന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ചോദിക്കുകയാണെന്നാണ് പറയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രിയദർശിനി പദ്ധതി ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ജൂൺ 15 മുതലാണ് നടപ്പിലാക്കുന്നത്. അതിൽ വരുമാനമോ പ്രായമോ പരിഗണിക്കാതെ പ്രത്യേക നിബന്ധനകളൊന്നുമില്ലാതെയാണ് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലെ യാത്രാ സൗകര്യം ഒരുക്കുകയെന്ന് VD സതീശൻ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, കേരളത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഇത് നേരത്തെ തന്നെ നടപ്പിലാക്കിയിരുന്നു. KSRTCക്ക് 65 മുതൽ 70 കോടി വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 800 മുതൽ 860 കോടി രൂപ വരെ ഒരു വർഷം നഷ്ടമുണ്ടാകുന്ന ഒരു പരിപാടിയാണ്. എന്നാൽ പോലും കേരള സർക്കാർ ആ പൈസ കൊടുത്തുകൊണ്ട് ഇത് പോകും. ശമ്പളവും പെൻഷനും കൊടുക്കുന്ന അതിന് വാർഷിക 1500 കോടി രൂപയ്ക്ക് പുറമേ ആയിരിക്കും ഈ അധിക സഹായം, ഈ 860 കോടി രൂപയും കൂടി കൊടുക്കുന്നത്. അപ്പോൾ 360 കോടി രൂപ KSRTCക്ക് സർക്കാർ കൊടുക്കേണ്ടി വരും. വരുമാനം വർദ്ധിപ്പിക്കാൻ KSRTC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ വാങ്ങുക, സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, പരസ്യ വരുമാനം കൂട്ടുക തുടങ്ങിയ നടപടികൾ KSRTC ഉടനെ സ്വീകരിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് പ്രിയദർശിനി പദ്ധതിയുടെ 2ാം ഘട്ടം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെയാണ് മെൻസ് അസോസിയേഷൻകാർ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിലും അവർ മെൻസ് കമ്മീഷൻ വേണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരെ ട്രാപ്പ് ചെയ്യുന്ന ഒരുപാട് കേസുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരെ ട്രാപ്പ് ചെയ്ത് സ്ത്രീകൾക്ക് കിട്ടുന്ന നിയമം, വനിതാ കമ്മീഷൻ്റെയും അല്ലാതെ പലതരത്തിൽ സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്ന നിയമം വച്ചുകൊണ്ട് പുരുഷന്മാരെ ട്രാപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു സമൂഹം കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡർക്കാർക്കും സ്ത്രീകൾക്കും സൗജന്യവും ആനുകൂല്യവും കൊടുക്കുന്നത് എന്നുള്ളത് അവരൊരു സ്പെഷ്യൽ കാറ്റഗറിയായി കണക്കാക്കിയിട്ടാണ്. അത് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യവുമില്ല. കാരണം മെൻസ് കമ്മീഷൻ്റെ ഒന്നും കാര്യമില്ല. നിലവിലുള്ള നിയമങ്ങൾ വളരെ കർശനമാക്കിയാൽ മതി. ഒരു മെൻസ് കമ്മീഷൻ വന്ന് സ്ത്രീകളെല്ലാം കൊണ്ട് ഹരാസ് ചെയ്യേണ്ട. കാരണം ഇതിനകത്ത് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ശാരീരികമായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, മാനസിക പീഡനം അനുഭവിക്കുന്നത് എല്ലാം സ്ത്രീകളാണ്. അതുകൊണ്ടാണ് പ്രത്യേക ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് വേണ്ടി ഒരു നിയമം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ നിയമം അവർക്കുണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ റിസർവേഷൻ പറഞ്ഞതുപോലെ ഒരിക്കൽ ഞാൻ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ, സ്ഥിരമായി ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ കൊട്ടാരക്കരയ്ക്ക് പോകുന്നൊരു ബസ്സിൽ കയറിയപ്പോൾ സ്ത്രീകളുടെ റിസർവ് ചെയ്ത സീറ്റിൽ കുറച്ച് പുരുഷന്മാരിയ്ക്കുന്നു. പുരുഷന്മാർക്കായിട്ട് റിസർവേഷൻ ഇല്ല ബസ്സിൽ, അതെല്ലാവരും അറിഞ്ഞിരിക്കണം. അവിടെ കുറച്ച് സ്ത്രീകൾ ഇരിക്കുന്നു. പിന്നെ കുറച്ച് സ്ത്രീകൾ കയറിയപ്പോൾ അവർ സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കുന്നത് എണീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു പുരുഷൻ പ്രതിഷേധിച്ച് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പുറകിലിരിക്കുന്ന സ്ത്രീകളും എണീറ്റ് തരണം, ജനറൽ സീറ്റിലിരിക്കുന്ന സ്ത്രീകളും എണീറ്റ് തരണം. പക്ഷേ അത് വലിയ വഴക്കായി. ഞാൻ ആ പ്രശ്നത്തിൽ കയറി ഇടപെട്ടു. അന്ന് എനിക്കൊരു അസുഖമുണ്ട്. ഈ രാജ്യത്ത് എന്ത് പ്രശ്നം വന്നാലും കയറി ഇടപെടും. അങ്ങനെ കയറി ഇടപെട്ടു. അനീതി കണ്ട ഉടനെ ചാടി വീഴും. ഇടപെട്ടു, ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിയമം അതല്ല, സ്ത്രീകളുടെ സീറ്റിലിരിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കണം, സ്ത്രീകളുടെ സീറ്റിലിരിക്കുന്ന പുരുഷന്മാർ എണീറ്റ് കൊടുക്കണം, ജനറൽ സീറ്റിലിരിക്കുന്ന സ്ത്രീകൾ എണീറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് നിയമം. ജനറൽ സീറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും ഇരിക്കാം, റിസർവേഷൻ സീറ്റിൽ അത് പറഞ്ഞിരിക്കുന്നവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പ്രായം കൂടിയവർക്കുള്ള സീറ്റിൽ അവർക്ക് ഇരിക്കാം, അവരുണ്ടെങ്കിൽ. അംഗപരിമിതമുള്ളവർക്ക് എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ അവർക്കേ ഇരിക്കാൻ പറ്റുള്ളൂ.
ബധിരർ, മൂകർ, അന്ധർ എന്നൊക്കെ സീറ്റിൽ റിസർവേഷൻ ഉണ്ട്. അവർക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. അവരുണ്ടെങ്കിൽ, ഇല്ലെങ്കിലേ മറ്റുള്ളവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരവിടെ ഇരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ഈ റിസർവേഷൻ കിട്ടേണ്ട ഒരാൾ ജനറൽ സീറ്റിൽ കയറി ഇരിക്കുന്നതുകൊണ്ട് അത് മാറിയാലേ മറ്റത് മാറുള്ളൂ എന്ന് പറയുന്നതൊക്കെ അജ്ഞത കൊണ്ടാണ്, അറിവുകേട് കൊണ്ടാണ്, വിവരക്കേട് കൊണ്ടാണ്. അതൊന്നും നമുക്ക് അനുവദിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് യവന്മാർക്ക് എന്തിൻ്റെ കേടാണെന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. ആണുങ്ങൾ അങ്ങനെ ഒരു സംഭവമല്ല ഇതിനകത്ത് വരുന്നത്. ട്രാപ്പ് വരുന്നുണ്ട്, ഞാൻ അത് ഒന്നും എതിർത്തുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ അതിന് പരിഹാരം എന്ന് പറയുന്നത് ഇതെല്ലാം അങ്ങനൊരു തുല്യതയൊന്നുമില്ല. പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ, കഷ്ടപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർക്കാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടത്. രണ്ടാമത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആനുകൂല്യം ബസ്സിൻ്റെ കിട്ടിയാൽ അവർക്ക് കൂടുതൽ വരുമാനം അവരെ കയ്യിൽ നിൽക്കും. ഉള്ള പൈസ അത് വീട്ടിൽ കൊണ്ടുപോയാൽ പുരുഷനും അതിൻ്റെ ഗുണം കിട്ടും. ചേട്ടന് സാരി, പിന്നെ ഷർട്ടും പാൻറ്റും ഒക്കെ ചെരുപ്പമൊക്കെ ചേച്ചി വാങ്ങിച്ച് കൊടുക്കും. അതുകൊണ്ട് ഒരു കുടുംബത്തിന് കിട്ടുന്ന ആനുകൂല്യം എന്നുള്ള നിലയിൽ അത് കണക്കാക്കിയാൽ മതി. സ്ത്രീകൾക്ക് തന്നെയാണ് ആനുകൂല്യം കൊടുക്കേണ്ടത്. പുരുഷന്മാർക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം കൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പേരിൽ തടയുമെന്നും സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നും ബസ്സിൽ കയറുമെന്നൊക്കെ പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാം. ഒരു കാരണവശാലും സർക്കാർ അത് മൈൻഡ് ചെയ്യരുത്. സർക്കാർ മൈൻഡ് ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സമരങ്ങൾ യാതൊരു സെൻസുമില്ലാത്ത സമരമാണ്. മലയാളിക്ക് ചില സമയത്ത് ബോധവും പൊക്കണവും നഷ്ടപ്പെടും. അത് സെൻസിബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ ചിലപ്പോഴെങ്കിലും പ്രവർത്തിക്കും. പറഞ്ഞ് വന്ന് സ്ത്രീകളും പുരുഷന്മാരും, ഈ സ്ത്രീകൾക്ക് എന്തെല്ലാം ആനുകൂല്യം കൊടുക്കുന്നു അതെല്ലാം ഇനി പുരുഷന്മാർക്ക് വേണം എന്ന് പറഞ്ഞു പോകുന്നതിനകത്തൊരു കാര്യമില്ല. പുരുഷന്മാർക്ക് എല്ലാ ആനുകൂല്യവും കിട്ടുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്ക് ആനുകൂല്യം കിട്ടാത്തത് കൊണ്ടാണ്, അവർക്ക് പരിഗണന കിട്ടാത്തത് കൊണ്ടാണ് ഈ നിയമങ്ങളൊക്കെ കൂടുതൽ വരുന്നത്. ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ആനുകൂല്യം കൊടുത്താൽ മതി. അത് വീടുകളിലേക്ക് അതിൻ്റെ ഗുണം കിട്ടും. മക്കൾക്കും വീട്ടിലെ ഭർത്താക്കന്മാർക്കും മറ്റ് പുരുഷന്മാർക്കും എല്ലാം ആ സമ്പത്തിൻ്റെ ഗുണം കിട്ടും എന്നുള്ളത് കൊണ്ട് ഇതാണ് ഏറ്റവും നല്ല തീരുമാനം.